കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്തു നിന്നും കെ. സുധാകരനെ മാറ്റണമെന്ന ആവശ്യത്തിൽ നേതൃത്വത്തിനെതിരെ കെ. മുരളീധരൻ. കെ.പി.സി.സി പ്രസിഡന്റ് മാറണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് മുരളീധരൻ പറഞ്ഞു. ഇപ്പോൾ മാറ്റം നല്ലതല്ല. അവസാന തീരുമാനം ഹൈക്കമാൻഡിന്റേതാണ്. ഈ ചർച്ച പാർട്ടി പ്രവർത്തനങ്ങൾക്ക് ഗുണകരമല്ല. UDF ആവേശത്തോടെ മുന്നോട്ടു പോവുകയാണ്. ഇടയ്ക്കിടയ്ക്കുള്ള ഈ വാർത്ത നല്ലതല്ല. സമുദായങ്ങളെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നതും നല്ലതല്ല. പാർട്ടിയെ സംശയത്തിന്റെ നിഴലിൽ സമൂഹത്തിൽ നിർത്തരുത്. ചർച്ചയുടെ ആവശ്യമില്ല. ഹൈക്കമാൻഡ് തീരുമാനമെടുക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. UDFന്റെ ലക്ഷ്യം പിണറായിയെ താഴെ ഇറക്കുക എന്നുള്ളതാണ്. പാർട്ടി പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മാറ്റണമെങ്കിൽ ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ. ഒരു സഭയും ഈ വിഷയത്തിൽ തലയിട്ടിട്ടില്ല. കെ. സുധാകരന് ആരോഗ്യ പ്രശ്നം ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. MP ആയി തുടരുന്നതിൽ ആരോഗ്യമുണ്ടല്ലോ. പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ മാത്രം എന്താണ് ആരോഗ്യക്കുറവ്? പാർട്ടിയുടെ താൽപര്യം അടുത്ത തിരഞ്ഞെടുപ്പ് ജയിക്കുക എന്നുള്ളത്. അനാവശ്യ വിവാദങ്ങൾ നല്ലതല്ല. ഒരു സമുദായവും ഒന്നിലും ഇടപെട്ടിട്ടില്ല. ഏത് മാറ്റം വേണോ വേണ്ടയോ എന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ. ഒരു മാറ്റത്തിന്റെ ആവശ്യം ഇപ്പോൾ ഇല്ല. എപ്പോഴും കരുത്തന്മാർ വേണമല്ലോ പാർട്ടിയെ നയിക്കാൻ. ഇപ്പോൾ നേതൃമാറ്റം വേണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ. അതേസമയം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റും എന്ന വാർത്തകൾ നിഷേധിച്ച് കെ. സുധാകരൻ രംഗത്തെത്തിയിരുന്നു. ഹൈക്കമാൻഡ് താനുമായി പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. മറ്റാരെങ്കിലുമായി ചർച്ച നടത്തിയിട്ടുണ്ടോ എന്ന് അറിയില്ല. ഹൈക്കമാൻഡുമായുള്ള ചർച്ചയിൽ വിഷയമായത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ മാത്രമാണ്. ഒരു സൂചന പോലും ചർച്ചയ്ക്കിടയിൽ നൽകിയിട്ടില്ല. താൻ മാറണമെന്ന് ആഗ്രഹിക്കുന്നവരാരും കോൺഗ്രസിലുണ്ടെന്ന് തോന്നുന്നില്ല. തന്റെ സേവനം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പാർട്ടിയിലുള്ള എല്ലാവരും. UDFനെ അധികാരത്തിലേക്ക് എത്തിക്കുകയും ഇടതുപക്ഷത്തെ ഇല്ലാതാക്കുകയുമാണ് തന്റെ ലക്ഷ്യം. അതുവരെ അധ്യക്ഷ സ്ഥാനത്ത് തുടരേണ്ടത് ആവശ്യമാണെന്നും കെ. സുധാകരൻ വ്യക്തമാക്കുകയും ചെയ്തു. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല. ഹൈക്കമാൻഡിൽ നിന്നൊരു വാക്ക് വന്നാൽ തന്നെ അംഗീകരിക്കും. തന്റെ രക്തത്തിനായി ദാഹിക്കുന്നവർ ആരെന്നറിയില്ല. ചർച്ചകൾ വന്നതിന് ശേഷം പ്രതിപക്ഷ നേതാവിനെ ഫോണിൽ വിളിച്ചിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ദേശീയ നേതൃത്വം സുധാകരനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് നടത്തിയ കൂടിയാലോചനയിൽ KPCC അധ്യക്ഷ സ്ഥാനം സംബന്ധിച്ച നിർദ്ദേശം നൽകിയതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. തന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളും തെരഞ്ഞെടുപ്പ് വിജയങ്ങളും ചൂണ്ടിക്കാണിച്ചതല്ലാതെ സ്ഥാനമൊഴിയുന്നതിൽ വലിയ എതിർപ്പൊന്നും സുധാകരൻ പ്രകടിപ്പിച്ചിട്ടില്ലെന്നാണ് സൂചന. കേരളത്തിന്റെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡിന് നൽകിയ റിപ്പോർട്ടിലും മാറ്റം അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ നേതാക്കൾക്കിടയിൽ അഭിപ്രായ ഐക്യമുണ്ടായതോടെ പ്രസിഡന്റിനെ മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തിയെന്ന റിപ്പോർട്ടുണ്ടായിരുന്നു. മാറേണ്ട സാഹചര്യമില്ലെങ്കിലും ഹൈക്കമാൻഡ് തീരുമാനം എന്തായാലും അംഗീകരിക്കുമെന്ന് സുധാകരൻ പറഞ്ഞിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ താൻ തന്നെ അധ്യക്ഷ സ്ഥാനത്ത് തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്.